വിശുദ്ധ കുർബാനയിൽ ശുദ്ധമായ ഹൃദയത്തോടും വിശ്വാസത്തോടും കൂടിയാണ് പങ്കുചേരേണ്ടത്. ധന്യൻ മാർ ഇവാനിയോസ് പിതാവ്. ജൂലൈ 15 മാർ ഇവാനിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ ദിനമായി നാം ആചരിക്കുകയാണല്ലോ. വിശുദ്ധ കുർബാന ഒരു ധ്യാന പഠനം എന്ന പുസ്തകത്തിൽ 1-ാം അധ്യായം 4-ാം ഭാഗത്തിൽ ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രത്യേകമായി വിശേഷിപ്പിക്കുന്ന 5 വിശേഷണങ്ങൾ നാം കാണുന്നുണ്ട്. മാർ ഇവാനിയോസ് പിതാവ് വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്നത് പാപപരിഹാര ബലി എന്നാണ്. പാപനിമിത്തം ദൈവവും മനുഷ്യനും അകന്നുപോയി. ദൈവം വാഗ്ദാനം ചെയ്ത പ്രകാരം പുത്രൻ തമ്പുരാൻ മനുഷ്യനായി അവതരിച്ച് തന്നെ തന്നെ ബലിയർപ്പിച്ച് പാപത്തിന് നിവാരണമുണ്ടാക്കി. വിശുദ്ധ കുരിശിൽ ലോകത്തിന് മുഴുവനും വേണ്ടി യേശു തമ്പുരാൻ അർപ്പിച്ച പാപക പരിഹാര ബലിയിലൂടെ ദൈവപുത്രൻ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ഒരുമിപ്പിച്ചു. വിശുദ്ധ കുർബാനയിലൂടെ ഈ രക്ഷാകര സംഭവം പുനർജനിക്കുകയും ഓരോ ബലിയിലൂടെയും ഈ ദൈവാനുഭവം മനുഷ്യൻ സ്വന്തമാക്കുകയും ചെയ്യുന്നു. പാപപരിഹാര ബലിയെക്കുറിച്ചുള്ള സൂചനകൾ പഴയ നിയമ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇസ്രായേൽ കുടുംബങ്ങൾ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് 200-ന് 1 എന്ന കണക്കിൽ പാപപരിഹാര ബലിക്കായി സമർപ്പിക്കണം. ഇത് അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാനുള്ള ധാന്യബലിക്കും ദഹനബലിക്കും സമാധാന ബലിക്കും വേണ്ട കാഴ്ചയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 15-ാം വാക്യം. പുതിയ നിയമത്തിൽ ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശ്യനാകേണ്ടിയിരിക്കുന്നു. മാർ ഇവാനിയോസ് പിതാവ് വിശുദ്ധ കുർബാനയെ നമ്മുടെ കർത്താവിൻ്റെ ഓർമ്മ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. യേശു തമ്പുരാൻ അന്ത്യത്താഴ വേളയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ചു. രക്ഷാകര സംഭവത്തിൻ്റെ മഹനീയമായ ഈ ഓർമ്മ ആചരണം സഭയിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചുകൊണ്ട് നാം അനുസ്മരിക്കുന്നു. പഴയ നിയമത്തിൽ ഓർമ്മ ആചരണത്തെക്കുറിച്ച് ഇപ്രകാരം വായിക്കുന്നു: പുരോഹിതൻ ദാനിബലിക്കുള്ള നേരിയ മാവിൽ നിന്ന് 1 കൈ മാവും അതിനുള്ള എണ്ണയും കുന്തിരിക്കവും മുഴുവനും എടുത്ത് സ്മരണാംശമായി ബലിപീഠത്തിൽ വച്ച് കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിക്കണം. ലേവ്യ പുസ്തകം 6-ാം അധ്യായം 15-ാം വാക്യം. ഓർമ്മയാചരണത്തിൻ്റെ സൂചനകൾ പുതിയ നിയമത്തിൽ നാം കാണുന്നു. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു: ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 19-ാം വാക്യം. മാർ ഇവാനിയോസ് പിതാവ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ലൈതുർഗ്യ എന്ന ലാറ്റിൻ പദം ഉപയോഗിച്ച് പ്രതിപാദിക്കുന്നു. ഇതിനർത്ഥം ആരാധനക്രമം എന്നാണ്. ലൈതുർഗ്യ, തക്സ എന്നീ പദങ്ങളുടെ അർത്ഥം ആരാധനക്രമം എന്ന് തന്നെയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് പ്രത്യേകിച്ചും ഈ പദങ്ങൾ ഉപയോഗിക്കുന്നത് ദൈവത്തെ വന്ദിക്കുന്നതിനുള്ള ക്രമങ്ങളിൽ വെച്ച് സർവപ്രധാനമായ ക്രമം വിശുദ്ധ കുർബാന ആയതുകൊണ്ടാകുന്നു. പിതാവ് വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് പൂർണ്ണതകളുടെ പൂർണ്ണത എന്നത്. വിശ്വാസികളായ നാം ഓരോരുത്തരും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ വിശുദ്ധ ബലിയിൽ പങ്കുചേരണം. ഈ കൂദാശയിലൂടെ നാം വിശുദ്ധിയിലേക്ക്, പൂർണ്ണതയിലേക്ക് വന്നു ചേരുന്നു. വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയേർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. എഫേസ്യസ് 4-ാം അധ്യായം 13-ാം വാക്യം. കൂദാശകളുടെ കൂദാശയായ പരിശുദ്ധ കുർബാന പൂർണ്ണതകളുടെ പൂർണ്ണതയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് വിശുദ്ധ കുർബാനയ്ക്ക് നൽകിയ പല വിശേഷണങ്ങളെക്കുറിച്ച് നാം ധ്യാനിക്കുകയുണ്ടായി. വിശുദ്ധ ബലിയിൽ നാം അനുദിനം പങ്കെടുക്കുമ്പോൾ പിതാവിൻ്റെ ഉപദേശങ്ങളിലൂടെ നാം കണ്ടെത്തിയ കുർബാനയുടെ മഹത്വം നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് ആന്തരികമായി അനുഭവവേദ്യമാക്കാം. ഈ ദിവ്യ അനുഭവം നമ്മുടെ വിശ്വാസ ജീവിതത്തെ സമ്പന്നമാകട്ടെ. ദൈവം തമ്പുരാൻ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.